അസ്സലാമു അലൈക്കും. വളരെ സങ്കടപ്പെട്ടൊരു വീഡിയോ ആയിട്ടാണ് ഒന്ന് ഞാൻ വന്നിട്ടുള്ളത്. പെരുന്നാളിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് നരുക്കിനി പുലാളൂർ സ്വദേശി തച്ചൂർ ലുക്മാനുൽ ഹക്കീമിൻ്റെയും അതേപോലെ മുഹസിനയുടെയും മക്കളായ 7 വയസ്സും 4 വയസ്സുമുള്ള 2 ആൺകുട്ടികളാണ് കേട്ടോ. ഇവർ ഒരു ബോട്ട് യാത്രക്ക് പോയതായിരുന്നു. അവരുടെ ബോട്ട് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ പോകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കേട്ടോ. 2 ആൺകുട്ടികളാണ് അവർക്ക് രണ്ടുപേർക്കും ഉള്ളത്. അവർ എന്താ പറയുക, നമ്മളിങ്ങനെ പെരുന്നാളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ആഘോഷമായിട്ട് ഇങ്ങനെ ജീവിക്കണ അങ്ങനെയാണല്ലോ ഇപ്പോൾ യാത്ര പോയിട്ടും അതൊക്കെ ഒരു രസമാണല്ലോ അല്ലേ. ഹൈസം മുഹമ്മദ് അതേപോലെ ഹാമിസ് മുഹമ്മദും ആണ് കേട്ടോ. ഈ 2 മക്കളാണ് കേട്ടോ ഈ ബോട്ട് യാത്രയിൽ മരിച്ചത്. ഇന്നലെ ശനിയാഴ്ച ആണ് മരണം നടന്നത് കേട്ടോ ഉണ്ടായത്. വർഷങ്ങളായിട്ട് ഒമാനിലാണ് ഈ കുടുംബവും താമസിച്ചിരുന്നത്. അപ്പോൾ അവർ പെരുന്നാളൊക്കെ ആയപ്പോൾ നാട്ടിലേക്ക് വന്നതാണ്. അവരുടെ ബോട്ട് തന്നെയാണ് കേട്ടോ. അവർ ബോട്ടിൽ ഉല്ലാസയാത്രക്ക് പോയതായിരുന്നു. കടലിൻ്റെ ആഴത്തിലേക്ക് എത്തിയപ്പോഴാണ് കേട്ടോ ഈ ബോട്ട് മറിഞ്ഞത്. എന്താ ഇപ്പോൾ ചെയ്യലേ. അള്ളാഹു പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെ കുടുംബങ്ങളെ നമ്മളെ അയൽവാസികളെ എല്ലാവരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മുഹ്സിനാനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷെ 2 മക്കളെ തിരഞ്ഞ് കിട്ടിയപ്പോഴേക്കിന് മക്കൾ 2ഉം മരിച്ചു പോയിരുന്നു കേട്ടോ. എന്തായാലും ചെയ്യുന്ന ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ ഇതേപോലെ തന്നെയാണ് യാത്ര പോകണമല്ലോ. പെരുന്നാക്കായാലും ഇനിയിപ്പോൾ സ്കൂൾ പൂട്ടും കാര്യങ്ങളൊക്കെയാണല്ലോ അല്ലേ. നമ്മൾ എന്താ പറയുക, നമ്മളെ രസത്തിന് നമ്മളെ മക്കളെ ഇഷ്ടത്തിന് നമ്മൾ ഇങ്ങനെ പോവുകയും ചെയ്യും. പോകാതിരിക്കാൻ നമ്മളെ കഴിയൂല. പക്ഷെ എല്ലാവരും നല്ലോണം സൂക്ഷിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ അധികം നമ്മൾ വേണ്ടത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലാല ദിക്റുകളും ദ്വാകളും സൂറത്തുകളൊക്കെ നമ്മൾ ഓതിയിട്ട് ഇറങ്ങട്ടോ. പെടുന്നതിനുള്ള മരണത്തെ തൊട്ട് അള്ളാഹു നമ്മളെ കുടുംബങ്ങളെ കാത്തു രക്ഷിക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു മാതാപിതാക്കളെ ഒരു ടെൻഷൻ എത്രയാണ് അല്ലേ. അവർക്ക് അള്ളാഹു ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ. കാരണം 2 കുട്ടികളാണ്, 7ഉം 4 വയസ്സുള്ള ഈ 2 കുട്ടികൾ. പ്രസവിച്ച കുട്ടികളെ തന്നെ നമുക്ക് സങ്കടം നിർത്തിയാൽ നിൽക്കൂലല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കാണ് ഈ 7 വയസ്സും 4 വയസ്സും ആയ 2 മക്കൾ മരിച്ചിരിക്കണത്. പഠിച്ച റബ്ബേ, ആലോചിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. ആ ഒരു ഉമ്മാൻ്റെ ഒരു മനസ്സിലെ ആ ഒരു ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് ഈ 2 മക്കളും മരിച്ചണതൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ഉമ്മാനെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് നല്ല ആഴം ഉണ്ടാവില്ല, നല്ല അവിടെ എത്തിയപ്പോഴാണ് ബോട്ട് മറിഞ്ഞത്. അതൊക്കെ ഒരു വിധിയാണ്. ഓല തന്നെയാണ് ബോട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ടൊന്നും ഉല്ലാസയാത്രക്ക് പോയതാണ് ഓല്. എന്താ ഇപ്പോൾ ചെയ്യുക. പടച്ച റബ്ബ് ക്ഷമയും സമാധാനം കൊടുക്കട്ടെ. ഇതുപോലത്തെ മരണത്തെ തൊട്ട് നമ്മളെ കുടുംബങ്ങളെ അയൽവാസികളെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.